ഹലോ ഗൈസ്, ഡേ 16 ആണ്. 2 ദിവസം മുമ്പ് എനിക്കൊരു ആദരവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദരവിൻ്റെ സമയത്ത് എനിക്ക് എൻ്റെ അമ്മയോടൊപ്പം ആദരവ് വാങ്ങാൻ പറ്റി. അച്ഛൻ നാട്ടിലില്ല, ഗുജറാത്തിൽ ജോലി ചെയ്യുകയാണ്. ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനും അമ്മയോടൊപ്പം വാങ്ങിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ടിട്ടായിരുന്നു. ആ നിമിഷമൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തായാലും ഇന്ന് കാലത്തെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത് നേരിയാലായിരുന്നു. നേരിയാൽ കുറച്ചു നേരം ചെയ്തിട്ട് ഇരുത്തിക്കാല് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 3 റൗണ്ട് ഇരുത്തിക്കാൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് സ്കിപ്പ് റോപ്പിലേക്കാണ്. സ്കിപ്പ് റോപ്പ് 300 കൗണ്ട് ചെയ്യാമെന്ന് വെച്ചു. 3 മിനിറ്റാണ് ടൈമർ വെച്ചത്. അതിന് മുമ്പ് എന്തായാലും സ്കിപ്പ് റോപ്പ് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് പോയത് ഫൂട്ട് വർക്കിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. ഷെയ്ഡ്സ് വെച്ചിട്ടുള്ള വർക്കൗട്ടായിരുന്നു ആദ്യമേ ചെയ്തത്. സിംഗിൾ ലെഗ് ജമ്പ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെൻറ്റ്, പിന്നെ കുറച്ച് നേരം ഷട്ടിൽ റണ്ണൂടി ചെയ്തു. ഷട്ടിൽ റൺ ഒരു 5 മിനിറ്റോളം ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ഇരുത്തിക്കാൽ ചെയ്യാമെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുത്തിക്കാൽ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കും. അപ്പം ഇരുത്തിക്കാൽ ചെയ്യുന്നത് നമ്മളെ സ്റ്റാമിന ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് ഒരു 3 റൗണ്ട് ഇരുത്തിക്കാൽ പിന്നെയും ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ട്രിപ്പിൾ ലഞ്ചിൻ്റെ സെക്ഷനിലേക്കാണ്. ട്രിപ്പിൾ ലഞ്ചൊക്കെ വീശിയിട്ട് 2 ദിവസം ആയതുകൊണ്ട് കുറച്ച് നേരം ട്രിപ്പിൾ ലഞ്ചൊക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം കിക്കിൻ്റെ സെക്ഷനായിരുന്നു. റൗണ്ട് ഓഫ് സിക്കാണ് മെയിനായിട്ട് ചെയ്തത്. അത് റെസിസ്റ്റൻസ് ബാൻഡ് സഹായത്തോടാണ് ചെയ്തത്. ഓരോ ലെഗിനും 50 കൗണ്ട് വെച്ച് കിക്ക് ചെയ്ത് കിക്കിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഒരു ജമ്പിയാന്ന് വിചാരിച്ചു. ജമ്പിങ് ടോട്ടച്ചാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് 30 കൗണ്ട് ചെയ്തു. അതിനുശേഷം നേരെ പോയത് പുഷപ്പിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. റിസ്റ്റ് പുഷപ്പാണ് മെയിനായിട്ട് ചെയ്തത്. റിസ്റ്റ് പുഷപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം കാർട്ടുകൾ ചെയ്ത് നോക്കിയാലെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 10 കൗണ്ടിൻ്റെ കാർട്ടുകൾ സെക്ഷൻ ചെയ്ത് നോക്കി. അതിനുശേഷം നമ്മുടെ ഫേവറേറ്റ് ഐറ്റമായ ഹാൻഡ് സ്റ്റാൻഡ് വാക്കിലേക്ക് പോയി. ഹാൻഡ് സ്റ്റാൻഡ് വാക്ക് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നഞ്ചക്ക് എടുക്കാമെന്ന്. ഡബിൾ നഞ്ചക്കാണെന്ന് മെയിനായിട്ട് ചെയ്ത് നോക്കിയത്. ഡബിൾ നഞ്ചക്ക് കുറച്ച് നേരം ചെയ്ത് നോക്കിയിട്ട് വെയ്റ്റഡ് പുഷപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 15 kg വെയ്റ്റഡ് പുഷപ്പ് ചെയ്തു. അടുത്തത് ലാസ്റ്റ് വർക്കൗട്ടായിരുന്നു. പിഞ്ച് ഹോൾഡായിരുന്നു. 10 kg പ്ലേറ്റ് ഉപയോഗിച്ചുള്ള. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.